കേരളത്തിൻ്റെ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ 2 ദിവസം മുമ്പ് കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ആൻ്റണിയെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് കാണുകയുണ്ടായി. അവിടെ വെച്ച് ആൻ്റണി മലയാളികളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. സതീശൻ്റെ ഭരണം തുടങ്ങുമ്പോൾ, UDFൻ്റെ ഭരണം ആരംഭിക്കുമ്പോൾ മലയാളികൾ മുണ്ടൊന്ന് മുറുക്കി ഉടുക്കേണ്ടി വരും, കയ്പ് നീര് കുടിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ തിരി പ്രയാസവും ബുദ്ധിമുട്ടുമൊക്കെ അനുഭവിക്കാൻ മലയാളികൾ തയ്യാറാവണം എന്നാണ്. അതിന് അദ്ദേഹം പറഞ്ഞ കാരണം കേരളത്തിൻ്റെ ഖജനാവ് കാലിയാണ് എന്നാണ്. മുൻ ധനകാര്യമന്ത്രിയായ ബാലഗോപാൽ തെളിവ് സഹിതം കേരളത്തിൻ്റെ ഖജനാവിൽ 4000 കോടി ബാക്കിയുണ്ട് എന്ന് ആൻ്റണിക്ക് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ തർക്ക വിതർക്കങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഈ ലോകം നിശ്ചലമായ ഒരു കാലം കഴിഞ്ഞുപോയത് ആൻ്റണി മറന്നുപോയോ എന്നെനിക്ക് അറിഞ്ഞൂടാ. വിമാനങ്ങളില്ലാത്ത ആകാശം, കപ്പലുകളില്ലാത്ത കടൽ, തീവണ്ടികൾ ഓടാത്ത റെയിൽപാതകൾ, വാഹനങ്ങൾ ഓടാത്ത റോഡുകൾ, ലോകമാകെ നിശ്ചലമായിപ്പോയി. ഒരാൾക്കും ഒരു തൊഴിലിനും പോകാൻ പുറത്തിറങ്ങാൻ പറ്റിയില്ല. ഓഫീസുകൾ അടച്ചിട്ടു, കമ്പനികൾ അടച്ചുപൂട്ടി, കച്ചവട സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി. എന്തിനധികം പറമ്പുകളിൽ കിളക്കാൻ പോകുന്ന കർഷക തൊഴിലാളിക്ക് പോലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി. ചുരുക്കി പറഞ്ഞാൽ അന്നന്ന് അധ്വാനിച്ച് അടുക്കള പുകയ്ക്കാൻ പുറത്തിറങ്ങുന്നവർക്ക് പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി. എന്നാൽ കേരളത്തിൽ അടുക്കള പുകയാതെ ഏതെങ്കിലും മനുഷ്യർ പട്ടിണി കിടന്നോ? ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ പട്ടിണി കിടക്കേണ്ടി വന്ന ഒരുപാട് മനുഷ്യരെക്കുറിച്ച് നമ്മൾ കേട്ടു. കൂട്ടപാലായനങ്ങളുടെ വാർത്തകളും ചിത്രങ്ങളും നമ്മൾ കണ്ടു. ആ പാലായനങ്ങൾക്കിടയിൽ ഭക്ഷണം കിട്ടാതെ, വെള്ളം കിട്ടാതെ മരിച്ചവരുടെ വാർത്തകൾ നമ്മൾ വായിച്ചു. പക്ഷേ ഈ കേരളത്തിൽ പട്ടിണി കിടന്ന് ഒരു കുട്ടി മരിച്ചോ? മരിച്ചില്ല. എന്തേ അതിന് കാരണം? കേരളത്തിലെ സകല മനുഷ്യർക്കും 14 ഇനങ്ങളടങ്ങിയ കിറ്റ് കൊടുത്തു, ഭക്ഷ്യ കിറ്റ് കൊടുത്തു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. കേരളത്തിലെ ഒരു പൗരൻ എന്നുള്ള നിലക്ക് ആൻ്റണിക്കും കുടുംബത്തിനും അത് കിട്ടിക്കാണും എന്നുറപ്പ്. അത് ആൻ്റണി പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ മകൻ BJP പോയപ്പോൾ ആൻ്റണിയുടെ ഭാര്യ പറഞ്ഞു, അത് ദൈവീകമായൊരു ഉൾവിളിയായിരുന്നു. ദൈവം എന്നോട് പറഞ്ഞു, നിൻ്റെ മകനെ നീ BJPയിൽ ചേർക്കുക, അവിടെ അവന് ഭാവിയുണ്ട്. അങ്ങനെ ദൈവീകമായൊരു ഉൾവിളിയായിരുന്നോ ഇത്? അല്ല. ഈ ഭക്ഷ്യക്കിറ്റ് നൽകി ജനങ്ങളെ പട്ടിണിക്കിടാതെ, ബുദ്ധിമുട്ടാക്കാതെ, പട്ടിണി കിടക്കാതെ വളർത്തുന്നതിന് വേണ്ടി ഇടതുപക്ഷം കൊണ്ടുവന്ന ആശയമായിരുന്നു അത്. അന്ന് കയ്പ് നീര് കുടിക്കാനും മുണ്ട് മുറുക്കിയെടുക്കാനും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞില്ല. ആൻ്റണി, ഈ കേരളത്തിൻ്റെ തെരുവീതികളിൽ നമ്മൾ പണ്ട് കണ്ട കാഴ്ചയുണ്ട്. നഗരങ്ങളിലേക്ക് നമ്മൾ ചെന്നിറങ്ങുമ്പോൾ ഗതികേട് കൊണ്ട് നമ്മളെ മുമ്പിലേക്ക് കൈനീട്ടുന്ന മനുഷ്യരുണ്ടായിരുന്നു. അവരെ നമ്മൾ യാചകരെന്ന് ആയിരുന്നു വിളിച്ചിരുന്നത്. നമ്മൾ ഇട്ടുകൊടുക്കുന്ന നാണയത്തുട്ടുകൾ കൊണ്ട് അവർ ഹോട്ടലുകളിൽ പോയി ഭക്ഷണം കഴിച്ചു. നമ്മൾ ഇട്ടുകൊടുക്കുന്ന നാണയം തികയാതെ വരുമ്പോൾ അവർ ഹോട്ടലുകളുടെ പിറകിലേക്ക് പോയി. നമ്മളൊക്കെ ഭക്ഷണം കഴിച്ച് വേസ്റ്റായി വലിച്ചെറിഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങൾ കൊണ്ടുപോയിടുന്ന വീപ്പയിൽ പട്ടിയോട് കടിപിടി കൂടി പട്ടിണി മാറ്റിയ മനുഷ്യരുണ്ടായിരുന്നു. എന്നാൽ അടച്ചുപൂട്ടലിൻ്റെ കാലത്ത് അവരാരുടെ മുമ്പിൽ കൈനീട്ടും? റോട്ടിൽ ജനങ്ങളില്ല. ഏത് ഹോട്ടലിൻ്റെ പിറകിലേക്ക് പോകും? ഹോട്ടലുകൾ അടച്ചിട്ടതാണ്. പക്ഷേ ആ മനുഷ്യരിൽ ആരെങ്കിലും കേരളത്തിൻ്റെ തെരുവീതികളിൽ കയ്പ് നീര് കുടിച്ച് മുണ്ട് മുറുക്കിയെടുത്ത് പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നോ? വന്നില്ല. എന്തേ അതിൻ്റെ കാരണം? അവരെ കണ്ടുപിടിച്ച് അഭയകേന്ദ്രങ്ങളിൽ കൊണ്ടുപോയാക്കി അവർക്ക് 2 നേരത്തെ ഭക്ഷണം ഒരുക്കാൻ കേരളത്തിൽ കമ്മ്യൂണിറ്റി കിച്ചൺ ഉണ്ടാക്കി, സാമൂഹിക അടുക്കള ഉണ്ടാക്കി. അവിടെ നിന്ന് ഭക്ഷണം അവർക്ക് എത്തിച്ചു കൊടുത്തു. വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന സകല മനുഷ്യർക്കും ഭക്ഷണം എത്തിച്ചു കൊടുത്തു. അന്ന് ഈ കേരളത്തിൽ 9 പൈസ ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയില്ല. ഒരാൾക്കും ശമ്പളം കിട്ടാതിരുന്നില്ല. ഒരു ഗവൺമെൻറ് നടത്തേണ്ടുന്ന ഒരു കാര്യവും ഈ നാട്ടിൽ മുടങ്ങിയില്ല. എന്താ കാരണം? അത് ഇടതുപക്ഷ സർക്കാരാണ്. അതിന് ചില ആശയങ്ങളുണ്ട്, ജനങ്ങളുമായി ബന്ധമുണ്ട്. ഏത് കട്ടകാലത്തിൻ്റെ കാലത്താണെങ്കിലും, പ്രളയത്തിൻ്റെ കാലത്താണെങ്കിലും, മഹാമാരിയുടെ കാലത്താണെങ്കിലും ജനങ്ങളെ സംരക്ഷിച്ചിരുന്ന ഒരു ഗവൺമെൻറ്റായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. ആ ഗവൺമെൻറ്റിനെ കള്ളക്കഥയിലൂടെ, വർഗീയ പ്രചരണങ്ങളിലൂടെ അധികാരത്തിൽ നിന്ന് താഴിറക്കി അധികാരത്തിൽ കയറ്റാൻ ജനങ്ങൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുത്ത UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് മുണ്ട് മുറുക്കി ഉടുക്കേണ്ടി വരും, കയ്പ് നീര് കുടിക്കേണ്ടി വരും എന്ന് പറയുന്നത് ആൻ്റണി ദാട്ടിയ വഞ്ചനയാണ്, ജനങ്ങളോട് ചെയ്യുന്ന ചതിയാണ്. അതിങ്ങനെ വിളിച്ചു പറയുന്നത് വിവരക്കേടാണ്.
അത് ഈ കേരളം തിരിച്ചറിയും അധികം വൈകാതെ.